പാകിസ്ഥാനും ചൈനയും ചേർന്നിട്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു. ഒരു സംശയം നിലനിൽക്കുന്നു. അതായത് ഇന്ത്യൻ സായുധ സേന ചൈനീസ് അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. 5 ദിവസത്തെ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നു. ചൈനീസ് ബോർഡറിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള മേഖലയായിട്ടുള്ള അരുണാചലിലെ മെച്ചുക പ്രദേശത്തായിരിക്കും ഇന്ത്യയുടെ ഈ അഭ്യാസ പ്രകടനം. നിലവിൽ ചൈന പാകിസ്ഥാന് ചില അന്തർവാഹിനികൾ ബോട്ടുകളൊക്കെ നൽകുന്നുണ്ട്. ഇപ്പോൾ പറയുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള 8 നൂതന ഹാങ്കോർ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ പാകിസ്ഥാന് ചൈന നൽകാൻ പോകുന്നു. ഇതിൽ ആദ്യത്തെ നൂതന ഹാങ്കർ അന്തർവാഹിനി അടുത്ത വർഷം ആദ്യം നൽകും. ഇതോടുകൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലുമൊക്കെ ഇന്ത്യയെ കൃത്യമായിട്ട് വെല്ലുവിളിക്കാനായിട്ട് പാകിസ്ഥാന് സാധിക്കും. ഇത് പറയുന്നത് പാകിസ്ഥാൻ്റെ നേവി മേധാവിയായിട്ടുള്ള അഡ്മിറൽ നവേദ് അഷ്റഫ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഹാങ്കർ അന്തർവാഹിനി നൽകുന്നു എന്ന് പറഞ്ഞാൽ ഡീസൽ ഇലക്ട്രിക്കൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ബാറ്ററി റീചാർജ് ചെയ്യാനായിട്ട് ഈ വെള്ളത്തിനടിയിൽ നിന്ന് ഇടയ്ക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ തന്നെ ഓക്സിജൻ്റെ ലഭ്യത എത്തുന്ന സ്ഥലത്തേക്ക് എത്തണം. പക്ഷേ ആണവ അന്തർവാഹിനിയല്ല അത്തരത്തിലുള്ള നീക്കവും നടത്തുന്നുണ്ട്. 8 അത്യന്താധുനിക ബോട്ടുകളാണ് $5 ബില്യൺ ചെലവിൽ പാകിസ്ഥാനും ചൈനയും ചേർന്ന് നിർമ്മിക്കുന്നത്. 4 ചൈനയിലും 4 പാകിസ്ഥാനിലും നിർമ്മിക്കും. ചുരുക്കം പറഞ്ഞാൽ ചൈന പാകിസ്ഥാൻ നേവിയെ ശക്തിപ്പെടുത്താനായിട്ട് അന്തർവാഹിനികൾ ബോട്ടുകളൊക്കെ നിർമ്മിച്ച് നൽകുന്നു. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമ്മുടെ ആധിപത്യത്തെ പാകിസ്ഥാനെ ഉപയോഗിച്ച് ചോദ്യം ചെയ്യാനായിട്ട്. ശരിക്കും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്ക് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കിടക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള അന്തർവാഹിനിക്ക് പുറമെ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ബോട്ടുകളൊക്കെ നിർമ്മിച്ച് നൽകാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ഏത് നിമിഷവും ഞങ്ങളെ ആക്രമിക്കും. അതിനു വേണ്ടിയിട്ടാണ് തൃശൂൽ എന്ന പേരിൽ ഓപ്പറേഷൻ അവർ നടത്തുന്നത്. കര സൈനിക നാവിക അഭ്യാസം അത് നടത്തുന്നതോ ഥാർ മരുഭൂമി മുതൽ ഏതാണ്ട് സർക്രീക്ക് വരെയുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ അറബിക്കടലിൻ്റെ മേഖലയിൽ ഇവിടെയൊക്കെ അഭ്യാസ പ്രകടനം നടത്തുന്നത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് ഇന്ത്യ ഒരു മറുപടി പറയുന്നു, ഇല്ല, പൂർവ്വ പ്രജൻ പ്രഹാർ എന്ന പേരിൽ ഞങ്ങൾ ചൈനയുടെ കിഴക്കൻ അതിർത്തിയിലും സൈനിക അഭ്യാസം നടത്താൻ പോകുന്നു. അതായത് ഒക്ടോബർ 30 മുതൽ നവംബർ 12 വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിൽ, 12 ദിവസത്തോളം, നവംബർ 10 വരെ നീണ്ടു നിൽക്കുന്ന 12 ദിവസത്തോളം കാലയളവിലാണ് നമ്മൾ ഓപ്പറേഷൻ തൃശ്ശൂർ എന്ന പേരിൽ ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നത്. അത് കഴിഞ്ഞാൽ നവംബർ 11 മുതൽ 15 വരെ നമ്മൾ അരുണാചൽ പ്രദേശിൻ്റെ പർവ്വത മേഖലകളായ മെച്ചുകയിൽ സൈനികാഭ്യാസം നടത്തും.